ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CK വ്ളോഗ്സ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? വാ. ആദ്യം തന്നെ ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് അതും ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുക. പിന്നെ ഇതുപോലൊരു കുക്കർ എടുത്ത് കുക്കറിൽ കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിനകത്തേക്ക് ഒരു A4 ഷീറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ ഒന്ന് വെച്ച് കൊടുത്ത് അതും മാറ്റി വെക്കുക. എല്ലാം നല്ല നനവില്ലാത്ത പാത്രങ്ങളായിരിക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ഒന്നിനും നനവുണ്ടാകാൻ പാടില്ല. എല്ലാം ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം എടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മളെ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ യെല്ലോ മാറി വൈറ്റ് കളറാകുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൊടിയില്ലേ അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് സെയിം ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനകത്ത് ഫുള്ള് പൊടിയും ഇടരുത് കേട്ടോ. കുറച്ച് പൊടി ഒന്ന് മാറ്റി വെക്കണം. ചെറിയൊരു പണിയുണ്ട്. ആ പൊടിയിലേക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ പൊടിയിലിട്ടിട്ട് ഒന്ന് അത് മാറ്റി വെച്ച് അതിനുശേഷം പഴം ഒന്ന് മിക്സിയിലിട്ട് അടിക്കണം. പഴം മുന്നേ തന്നെ മിക്സിയിലിട്ട് അടിക്കണ്ട. കാരണം വെച്ചാൽ അത് കറുത്തു പോവും. അപ്പോൾ നമ്മൾ ഈ ബാറ്ററൊക്കെ ആക്കിയതിന് ശേഷം മാത്രം പഴം മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റേ നമ്മളെ നേന്ത്രപ്പഴമാണെങ്കിൽ അത് കുഴപ്പമില്ല. നല്ല പഴുത്ത പഴം നോക്കി എടുത്താൽ മതി. ഏത് പഴമായാലും നല്ല പഴുത്ത പഴം നോക്കി എടുക്കുക. 2 or 3 വേണമെങ്കിൽ എടുക്കുക. എന്നിട്ട് അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലോയിൽ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടിയില്ലേ അത് ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യണം. നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് പഴയ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ആ പാന്. എന്നിട്ട് നമ്മൾ ഈ ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിൻ്റെ മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 40-45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ചിലപ്പം ഓരോ ഫ്ലെയിമിൻ്റെതും കുക്കറിൻ്റെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ എല്ലാം ഇതനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കണം. അതിന് ശേഷം ഇടക്കിടക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു 45 മിനിറ്റിൽ എനിക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഒന്നും പറ്റിപ്പിടിക്കുന്ന ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇത് പിന്നെ നമ്മളിത് എടുക്കേണ്ടത് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് കുക്കറിനകത്ത് നിന്ന് എടുക്കാൻ പാടുള്ളൂ. അല്ലെ വിട്ട് കിട്ടൂല. ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. കുട്ടിക്കെല്ലാം നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാകും കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കണേ. തണുത്ത മുട്ട എടുക്കാൻ പാടില്ല. എല്ലാം അങ്ങനെ തന്നെ റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുക, പാത്രങ്ങളൊക്കെ. പിന്നെ മുട്ട എത്ര നമ്മൾ ബീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആവും. മാക്സിമം നല്ലോണം ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇത് മിക്സിയുടെ ജാറിലും ചെയ്യാൻ പറ്റും, ഇതേ മെത്തേഡ് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.